മറ്റൊരു വാർത്തയിലേക്ക് വഖഫ് ഭേദഗതി നിയമം ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജിയിൽ മറ്റന്നാൾ ഇടക്കാല വിധി. സുപ്രീം കോടതിയാണ് വിധി പറയുക. ചീഫ് ജസ്റ്റിസ് BR ഗവായി അധ്യക്ഷനായ ബെഞ്ചാണ് വിധി പറയുന്നത്. ഡി ധനസുമോദ് ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. ധനസുമോദ്, നിർണായകമായ ഒരു വിധിയായിരിക്കും ഇതെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിയമം സ്റ്റേ ചെയ്യുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ മറ്റന്നാൾ ഒരു ഉത്തരവുണ്ടാകും, വിധി ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. കോടതിയിൽ ഇതുവരെ നടന്ന വാദം അനുസരിച്ച് എങ്ങനെയായിരിക്കും വിധി എന്നാണ് നമ്മൾ കരുതേണ്ടത്. ജീന, രാജ്യം കാതോർക്കുന്ന ഏറ്റവും സുപ്രധാനപ്പെട്ട വിധിയാണ് തിങ്കളാഴ്ച പുറത്തുവരുന്നത്. വഖഫ് ഭേദഗതി നിയമം പാർലമെന്റ് പാസാക്കിയത് എല്ലാവിധത്തിലുള്ള ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങളെ റദ്ദാക്കിക്കൊണ്ടാണ്. അതുകൊണ്ട് ഈ നിയമത്തിന് ഒരു കാരണവശാലും നിലനിൽപ്പില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് പറഞ്ഞത്. മാത്രമല്ല, വഖഫ് എന്ന് പറയുന്നത് ഒരു ഇസ്ലാമിന്റെ അവിഭാജ്യ ഘടകമാണ് എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായും മുതിർന്ന അഭിഭാഷകനായ കപിൽ സിബൽ സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടിച്ചത്. നിരവധി സംഘടനകളും മതസംഘടനകളും ഉൾപ്പെടെ ഈ ഹർജിക്കാരായിരുന്നു ഈ നിയമം സ്റ്റേ ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായിട്ടും ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ ഈ വഖഫ് എന്ന് പറയുന്നത് കൈകാര്യം ചെയ്യാൻ കേന്ദ്ര സർക്കാരിന് അവകാശമുണ്ടെന്നും ഇത് ഒരു പദത്തിന്റെ ഭാഗമായിട്ട് മാത്രം കരുതാൻ പാടില്ല എന്നുള്ളൊരു നിലപാടായിരുന്നു കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. കേന്ദ്ര സർക്കാർ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ് കേന്ദ്ര സർക്കാരിന് വേണ്ടി വാദിച്ചത്. മെയ് 22-ാം തീയതി തുടങ്ങിയ വാദം ആഴ്ചകളോളം തന്നെ വലിയ നീണ്ട വാദം തന്നെയായിരുന്നു സുപ്രീം കോടതിയിൽ ഉണ്ടായിരുന്നത്. കപിൽ സിബൽ, അഭിഷേക് മനു സിംഗ്വി തുടങ്ങിയ നിരവധി പ്രമുഖരായ അഭിഭാഷകരായിരുന്നു, സീനിയർ അഡ്വക്കേറ്റ് അഹമ്മദി അടക്കമുള്ള അഭിഭാഷകരായിരുന്നു ഹാജരായിരുന്നത്. അതിനുശേഷം വിധി പറയാൻ വേണ്ടി മാറ്റിയെങ്കിലും ഒരു മാസങ്ങളോളം തന്നെ എപ്പോഴാണ് സുപ്രീം കോടതിയിൽ നിന്ന് വിധി പുറത്തു വരിക എന്നുള്ളൊരു കാര്യത്തിൽ അനിശ്ചിതത്വമുണ്ടായിരുന്നു. BR ഗവായി ന്യായാധിപനായിരുന്ന കാലത്താണ് ഇത്തരത്തിലൊരു വാദം നടന്നത്. അദ്ദേഹം ഇപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കുകയാണ്. ആ ബെഞ്ച് തന്നെയാണ് ഇപ്പോൾ വിധി പറയുന്നത്. തിങ്കളാഴ്ചയാണ് വിധി. തിങ്കളാഴ്ച രാവിലെ 10:30-നാണ് രാജ്യം കാതോർക്കുന്ന ഏറ്റവും സുപ്രധാനമായ കേസിലെ ഇടക്കാല വിധി പുറത്തു വരുന്നത്. ധനസുമോദ്, മാസങ്ങൾ നീണ്ട വാദത്തിന് ശേഷമാണ് മറ്റന്നാൾ വഖഫിൽ ഇടക്കാല വിധി ഉണ്ടാകുന്നത്. പല ഘട്ടങ്ങളിലായി കോടതി കേന്ദ്ര സർക്കാരിനോട് നിർണായകമായ ചില ചോദ്യങ്ങളടക്കം ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഏത് തരത്തിലുള്ള ഒരു വിധിക്കാണ് സാധ്യത? കേന്ദ്രത്തിന്റെ വാദം കൂടി പരിഗണിച്ച് എങ്ങനെ ഈ കേസിൽ ഒരു അന്തിമ തീർപ്പുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഇപ്പോൾ വഖഫ് ബൈ യൂസർ തുടങ്ങിയ കാര്യങ്ങളായിരുന്നു പ്രധാനമായിട്ടുള്ള ഒരു വാദത്തിനിടയിൽ ഉയർന്നു കേട്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. അതുകൊണ്ട് രണ്ട് തരത്തിൽ വേണമെങ്കിൽ 3 തരത്തിൽ ഈ കേസിലെ ഒരു വിധി പറയാം. ഒന്ന്, പൂർണ്ണമായും റദ്ദാക്കുക, അല്ലെങ്കിൽ ഭാഗികമായി തന്നെ റദ്ദാക്കുക, അല്ലെങ്കിൽ നിയമത്തിന്റെ ചില പോരായ്മകളും ചില പ്രശ്നങ്ങളും ഈ ഭരണഘടനാ വിരുദ്ധമായി എങ്ങനെയാണ് ഇത് വരുന്നത് എന്നുള്ളൊരു കാര്യം കൃത്യമായി കപിൽ സിബലും അഭിഷേക് മനു സിംഗ്വിയൊക്കെ സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നു. മാത്രമല്ല, സുപ്രീം കോടതിയുടെ പല നിരീക്ഷണങ്ങളും ഈ ഹർജിക്കാരുടെ വാദങ്ങളോട് ശരിവെക്കുന്ന തരത്തിലുള്ള നിരീക്ഷണമായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ തരത്തിലുള്ള ഈ 3 തരത്തിൽ ഉള്ളതിൽ ഏതെങ്കിലും ഒരു വിധിയായിരിക്കും പ്രധാനമായും വരാൻ പോകുന്നത്. സുപ്രീം കോടതിയുടെ വിധിയാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു മുൻകൂട്ടി പ്രവചിക്കുന്നത് അത്തരത്തിലൊരു നിയമപരമായിട്ടുള്ള ഒരു ശരികേട് അതിനകത്തുണ്ട്. പക്ഷേ എങ്കിൽ പോലും സുപ്രീം കോടതിയിൽ ഇവരെല്ലാവരും ഹർജിക്കാരെല്ലാവരും ചൂണ്ടിക്കാണിച്ച വാദമുഖങ്ങൾ പലപ്പോഴും പൊതുസമൂഹവും അതേപോലെ തന്നെ അഭിഭാഷകർ, നിയമപണ്ഡിതന്മാർ എല്ലാവരും അംഗീകരിക്കുകയും ഏറെ പ്രസക്തിയും ഉള്ള ഒരു വാദങ്ങളായിരുന്നു അന്ന് സുപ്രീം കോടതിയിൽ കേട്ടിരുന്നത്. അതിനുശേഷമാണ് സുപ്രീം കോടതിയിൽ വിധി പറയാൻ മാറ്റിയിരുന്നത്. ഇത് ഏതെങ്കിലും തരത്തിൽ സുപ്രീം കോടതിയിൽ ഈ നിയമം റദ്ദാക്കുകയോ സ്റ്റേ ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും നിയമത്തിന്റെ ഭാഗങ്ങൾ റദ്ദാക്കുകയോ ചെയ്യുമെങ്കിൽ അത് വലിയൊരു തിരിച്ചടിയായിരിക്കും കേന്ദ്ര സർക്കാർ ഉണ്ടാകാൻ പോകുന്നത്.